തൃശ്ശൂരിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. തൃശ്ശൂർ മുണ്ടൂരിൽ അമ്മയെ കൊന്ന മകളും കാമുകനും പിടിയിലായിരിക്കുന്നു. മുണ്ടൂർ സ്വദേശിനിയായ തങ്കമണി ശനിയാഴ്ചയാണ് കൊല്ലപ്പെട്ടത്. മകൾ സന്ധ്യയും കാമുകൻ നിതിനുമാണ് പിടിയിലായത്. സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം. ജെയ്സനുണ്ട്. ജെയ്സൺ, ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് വീണ്ടും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇന്നൊരു സഹോദരനെ കുത്തിക്കൊന്ന വാർത്ത അഷ്കർ റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്ത അമ്മയെ ഒരു മകളും ആ മകളുടെ കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. അതും ഇത്തിരി പൊന്നിനു വേണ്ടി. അല്ലേ ജെയ്സൺ? ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവിച്ചത് ജെയ്സൺ? തീർച്ചയായും അരുൺകുമാർ, ഒരു കൊലപാതകമാണെന്ന് തെളിയുന്നത് തന്നെ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമായിരുന്നു. ശനിയാഴ്ചയാണ് കൊലപാതകം നടക്കുന്നത്. പക്ഷേ രാവിലെയാണ് കൊലപാതകം നടന്നത്. രാത്രി വരെ കാത്തിരുന്നു. അതിനുശേഷം രാത്രി ഈ മൃതദേഹം പറമ്പിലേക്ക് ഇട്ടു. കാൽ തെറ്റി വീണ് തലയടിച്ച് മരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നപ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന കാര്യം വ്യക്തമാകുന്നത്. കൊലപാതകം ഒരു സ്വർണത്തിന് വേണ്ടിയായിരുന്നു. അത് സ്വന്തം അമ്മയെ കൊന്ന് കാമുകനും ഒപ്പം ഒളിച്ചോടാനുള്ള തീരുമാനമായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും രണ്ടുപേരും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. മുണ്ടൂർ സ്വദേശിനി തങ്കമണിയാണ്, 75 വയസ്സുണ്ട് ഇവർക്ക്. ഇവരാണ് കൊല്ലപ്പെട്ടത്. മകളായ സന്ധ്യ 45 വയസ്സ്, കാമുകൻ നിതിൻ 27 വയസ്സ്. ഈ രണ്ടുപേരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഇവർ പോലീസ് കസ്റ്റഡിയിലുണ്ട്, ചോദ്യം ചെയ്തു വരികയാണ്. നിതിൻ അവിവാഹിതനാണ്. ഈ മകൾക്ക് മകനും അതുപോലെ തന്നെ ഭർത്താവും ഉണ്ട്. അരുൺകുമാർ, വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേട്ടത്. ജെയ്സൺ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അമ്മയെ മകളും മകളുടെ കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി പൊന്നിന് വേണ്ടിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പെൺകുട്ടിയെ, മകളെ ആ അമ്മ വളർത്തുമ്പോൾ ആ മകൾക്ക് വേണ്ടി മകളുടെ കഴുത്തിലൊരിച്ച് മാലയിടാനോ കാതിലൊരു കമ്മലിടാനോ കയ്യിലൊരു വളയിടാനോ വേണ്ടി എത്ര പൊന്ന് സമ്പാദിച്ചിട്ടുണ്ടാവും കുട്ടിക്കാലത്ത്, അല്ലേ? അതൊക്കെ സ്വപ്നം കണ്ട ആ അമ്മയാണ് അമ്മയുടെ പൊന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അമ്മയുടെ ചോദിച്ചാൽ പോരായിരുന്നോ? ഇനി ചോദിച്ചാൽ തന്നില്ലെങ്കിൽ കുറച്ച് കാത്തിരിക്കുക. അമ്മയെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എത്രമാത്രം മാനസികാവസ്ഥ ഉണ്ടാവും, അല്ലേ? എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്?